ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജയ്പൂരിൽ റൈസിംഗ് രാജസ്ഥാൻ ത്രിദിന ആഗോള നിക്ഷേപക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. ഹരിയാനയിലെ പാനിപ്പത്തിൽ ഭീമാ സഖി യോജനയ്ക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പൽ INS തുഷിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് റഷ്യയിൽ കമ്മീഷൻ ചെയ്യും. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിന്റെ നിയന്ത്രണം വിമതസേനയ്ക്ക്. റഷ്യയിൽ അഭയം തേടി സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ്. മേഖലയിലെ ഇന്ത്യൻ പൌരന്മാർ സുരക്ഷിതരെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് മിന്നും ജയം. ഇന്ന് ഇന്ത്യ മലേഷ്യയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജസ്ഥാനും ഹരിയാനയും സന്ദർശിക്കും. രാജസ്ഥാനിലെ ജയ്പൂരിൽ റൈസിംഗ് രാജസ്ഥാൻ ത്രിദിന ആഗോള നിക്ഷേപക ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 32 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചയ്ക്ക് ശേഷം ഹരിയാനയിലെത്തുന്ന ശ്രീ മോദി പാനിപ്പത്തിൽ ഭീമാ സഖി യോജനയ്ക്ക് തുടക്കം കുറിക്കും. സ്ത്രീകൾക്കിടയിൽ സാമ്പത്തിക സാക്ഷരതയും ഇൻഷുറൻസ് അവബോധവും പ്രോത്സാഹിപ്പിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. കർണാലിലെ മഹാറാണ പ്രതാപ് ഹോർട്ടിക്കൾച്ചറൽ സർവകലാശാലയുടെ പ്രധാന ക്യാമ്പസിനും പ്രധാനമന്ത്രി തറക്കല്ലിടും. ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് INS തുഷിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് റഷ്യയിലെ കലിനിൻഗ്രാഡിലുള്ള കപ്പൽശാലയിൽ കമ്മീഷൻ ചെയ്യും. നാവികസേന മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ചടങ്ങിൽ പങ്കെടുക്കും. 3 ദിവസത്തെ റഷ്യ സന്ദർശനത്തിനായി ഇന്നലെ രാത്രിയാണ് രാജ്യരക്ഷാമന്ത്രി മോസ്കോയിൽ എത്തിയത്. സൈനിക സാങ്കേതിക സഹകരണത്തിനായുള്ള ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 21ാമത് യോഗത്തിന് ശ്രീ സിംഗും റഷ്യൻ പ്രതിരോധ മന്ത്രി ആന്ദ്രേ ബലോസോവും നേതൃത്വം നൽകും. ഇന്ത്യൻ സമൂഹവുമായും രാജ്യരക്ഷാമന്ത്രി സംവദിക്കും. പശ്ചിമേഷ്യയിൽ നിന്ന് പലായനം ചെയ്ത സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദും കുടുംബവും മോസ്കോയിലെത്തി. അബു മുഹമ്മദ് അൽ ജോലാനിയുടെ നേതൃത്വത്തിലുള്ള വിമതസേന സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തതിനെ തുടർന്നാണ് പതിറ്റാണ്ടുകൾ നീണ്ട ഭരണം അവസാനിപ്പിച്ച് അസദ് രാജ്യം വിട്ടത്. അതിനിടെ മുൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഖാസി അൽ ജലാലി സ്വതന്ത്ര തെരഞ്ഞെടുപ്പിന് ആഹ്വാനം ചെയ്തു. നിർണായകമായ ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ പ്രതികരിച്ച ആഗോള നേതാക്കൾ സിറിയൻ ജനതയ്ക്ക് പിന്തുണ ഉറപ്പു നൽകി. സിറിയയിലെ ദമാസ്കസിൽ ഇന്ത്യൻ എംബസിയുടെ പ്രവർത്തനം തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യൻ പൌരന്മാരുമായി എംബസി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും എല്ലാവരും സുരക്ഷിതരാണെന്നും വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി. സിറിയയിലെ ഇന്ത്യൻ പൌരന്മാർക്ക് അടിയന്തര സഹായം ഉറപ്പുവരുത്തുമെന്നും എംബസി അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തികവും തന്ത്രപരവുമായ താൽപര്യങ്ങളിൽ പശ്ചിമേഷ്യൻ മേഖല നിർണായക പങ്ക് വഹിക്കുന്നതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. മനോമ ഡയലോഗിന്റെ സമാപന പ്ലീനറി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൾഫ് മേഖലയും ഇറാൻ, ഇറാഖ് എന്നിവയുമായി ഏകദേശം $180 ബില്യൺ വാർഷിക വ്യാപാരം ഇന്ത്യ നടത്തുന്നുണ്ടെന്നും മെഡിറ്ററേനിയൻ രാജ്യങ്ങളുമായുള്ള വ്യാപാരം $90 ലക്ഷം കോടി വിദേശകാര്യമന്ത്രി പറഞ്ഞു. There is an Indian diaspora today of about 10 million people, which is for us not just a key energy partner, but a broader economic partner, a very crucial source of investment, and increasingly an important technology collaborator. It is a region where we do about $170 to $180 billion worth of trade every year. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ന് ബംഗ്ലാദേശ് സന്ദർശിക്കും. ധാക്കയിലെ വിദേശകാര്യ ഓഫീസ് കൺസൾട്ടേഷന് കീഴിലുള്ള യോഗത്തിൽ മിശ്രി പങ്കെടുക്കുമെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഹിന്ദു സന്യാസി ചിന്മോയ് കൃഷ്ണദാസിന്റെ അറസ്റ്റിൽ നീതിയുക്തവും സുതാര്യവുമായ നടപടികൾ ഉണ്ടാകുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നതായി ശ്രീ ജയ്സ്വാൾ പറഞ്ഞു. കാനഡയിലെ എഡ്മണ്ടണിൽ വെള്ളിയാഴ്ച 20-കാരനായ ഇന്ത്യൻ പൌരൻ ഹർഷൻദീപ് സിംഗ് വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവത്തിൽ വാൻകൂവറിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ അനുശോചനം രേഖപ്പെടുത്തി. ഹർഷൻദീപ് സിംഗിന്റെ കുടുംബത്തിന് പിന്തുണ ഉറപ്പു നൽകിയ കോൺസുലേറ്റ് സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തതായി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR_News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR_News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ഈ വർഷത്തെ ദേശീയ പഞ്ചായത്ത് പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ബുധനാഴ്ച ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് മലപ്പുറം ജില്ലയിലെ പെരുമ്പടപ്പ് പഞ്ചായത്തും കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കിലയുമാണ് പുരസ്കാരം നേടിയത്. മന്ത്രിമാരുടെ നേതൃത്വത്തിലുള്ള കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കണ്ണൂർ, കോഴിക്കോട്, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലും ഇന്ന് അദാലത്തിന് തുടക്കമാകും. ജനുവരി 13 വരെ നടക്കുന്ന അദാലത്തുകളിൽ സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും മന്ത്രിമാർ നേരിട്ടെത്തി പരാതികൾ സ്വീകരിക്കും. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷരുമായും ജനപ്രതിനിധികളുമായും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഓൺലൈനായി സംവദിക്കും. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾ, മാലിന്യമുക്ത നവകേരളം എന്നിവ സംബന്ധിച്ച സംയോജിത പ്രവർത്തനം ആവിഷ്കരിക്കുകയാണ് യോഗത്തിന്റെ ലക്ഷ്യം. കേരളത്തിൽ 31 വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് നാളെ. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ തൃക്കലങ്ങോട് വാർഡ് ഉൾപ്പെടെ 11 ജില്ലകളിലായി 4 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകൾ, 3 മുനിസിപ്പാലിറ്റി വാർഡുകൾ, 23 ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ എന്നിവിടങ്ങളിലാണ് ഉപതെരഞ്ഞെടുപ്പ്. വോട്ടെണ്ണൽ ബുധനാഴ്ചയാണ്. ഈ മാസം 13-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രയാഗ് രാജ് സന്ദർശനത്തിന് മുന്നോടിയായി മഹാകുംഭമേളയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇത്തവണത്തെ കുംഭമേളയ്ക്ക് പ്രത്യേക ട്രെയിൻ സർവീസുകൾ അനുവദിച്ചതായും റെയിൽ ഗതാഗതം നിരീക്ഷിക്കാൻ പ്രത്യേക മാസ്റ്റർ കൺട്രോൾ റൂം സജ്ജമാക്കിയതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. इस महाकुंभ की तैयारी के लिए रेलवे की तरफ से 3000 स्पेशल ट्रेन चलेंगी. टोटल 13000 गाड़ियां चलेंगी, रेगुलर प्लस स्पेशल मिला के. होल्डिंग एरिया में सफिशिएंट स्पेस रखी गई है. हर जगह कलर कोडिंग का उपयोग किया गया है. മസ്കറ്റിൽ നടക്കുന്ന വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് മിന്നും ജയം. 1-13 ഗോളുകൾക്കാണ് ഇന്ത്യ വിജയിച്ചത്. ഇന്ത്യയ്ക്ക് വേണ്ടി മുംതാസ് ഖാൻ 4 ഗോളുകൾ നേടി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ മലേഷ്യയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30-നാണ് മത്സരം. ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ മിന്നും ജയവുമായി ഇന്ത്യയുടെ ഡി ഗുകേഷ്. ചൈനയുടെ ഡിങ് ലിറനെതിരെ നിർണായക ജയമാണ് 11ാം റൌണ്ട് മത്സരത്തിൽ ഗുകേഷ് സ്വന്തമാക്കിയത്. 14 പോരാട്ടങ്ങൾ അടങ്ങിയ ചാമ്പ്യൻഷിപ്പിലെ 12ാം റൌണ്ട് മത്സരം ഇന്ന് ഉച്ചയ്ക്ക് 2:30-ന് ആരംഭിക്കും. പുതുച്ചേരി മുൻ മുഖ്യമന്ത്രി MDR രാമചന്ദ്രൻ അന്തരിച്ചു. 90 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് അന്ത്യം. 1980 മുതൽ 83 വരെയും 1990 മുതൽ 91 വരെയും 2 തവണ പുതുച്ചേരി മുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2001 മുതൽ 2006 വരെ രാമചന്ദ്രൻ പുതുച്ചേരി നിയമസഭയുടെ സ്പീക്കറായിരുന്നു. 1969-ൽ ദ്രാവിഡ മുന്നേറ്റ കഴകം MLA ആയാണ് രാമചന്ദ്രൻ തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. പിന്നീട് AIADMK, കോൺഗ്രസ് പാർട്ടികളുടെയും അംഗമായി. ഇന്ന് അന്താരാഷ്ട്ര അഴിമതി വിരുദ്ധ ദിനം. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ അഴിമതിക്കെതിരെ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ജനാധിപത്യത്തിനും വികസനത്തിനും അഴിമതി ഉയർത്തുന്ന വെല്ലുവിളികൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ചെറുക്കാൻ അഴിമതിക്കെതിരായ UN കൺവെൻഷൻ ആഹ്വാനം ചെയ്യുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യത്ത് ഇന്ന് വിവിധ പരിപാടികൾ നടക്കും. ഇന്ത്യയും നോർവേയും തമ്മിലുള്ള വ്യാപാര ബന്ധം വർദ്ധിപ്പിക്കുന്നതിനായി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നൂതന സ്റ്റാർട്ടപ്പുകൾ ആരംഭിക്കണമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്നലെ മുംബൈയിൽ നടന്ന ഇന്ത്യ നോർവേ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ഗോയൽ. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായി ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുമായി ചേർന്ന് വിവിധ ആശങ്കകൾ പരിഹരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനും ഒപ്പുവച്ച വ്യാപാര വാണിജ്യ പങ്കാളിത്ത കരാർ സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പായി ചടങ്ങിൽ പ്രശംസിക്കപ്പെട്ടു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജയ്പൂരിൽ റൈസിംഗ് രാജസ്ഥാൻ ത്രിദിന ആഗോള നിക്ഷേപക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. ഹരിയാനയിലെ പാനിപ്പത്തിൽ ഭീമ സഖി യോജനയ്ക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. ഇന്ത്യൻ നാവികസേനയുടെ പുതിയ യുദ്ധക്കപ്പൽ INS തുഷിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് റഷ്യയിൽ കമ്മീഷൻ ചെയ്യും. സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിന്റെ നിയന്ത്രണം വിമതസേനയ്ക്ക്. റഷ്യയിൽ അഭയം തേടി സിറിയൻ പ്രസിഡന്റ് ബഷാർ അൽ അസദ്. മേഖലയിലെ ഇന്ത്യൻ പൌരന്മാർ സുരക്ഷിതരെന്ന് വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ കരുതലും കൈത്താങ്ങും താലൂക്ക് തല പരാതി പരിഹാര അദാലത്തിന് ഇന്ന് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും.
വനിതാ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയ്ക്ക് മിന്നും വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.